ഞാൻ ബിജു ചെറിയ. ഞാൻ 20 വർഷമായിട്ട് അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച കാലഘട്ടങ്ങളിൽ സംസാരിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരാഴ്ചത്തെ ട്രെയിനിങ് എങ്ങനെ, ഒരാഴ്ച ഞങ്ങൾ എങ്ങനെ തീർക്കും. എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം മുൻ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു. ഇവിടെ വന്നിരുന്ന വാസ് വൈകുന്നേരം ആകുമ്പോൾ കുറേ ഹോംവർക്കൊക്കെ തന്ന് ഞങ്ങളെ ആകെ ഗതികെടുത്തിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാർ, ഇത് സത്യസന്ധമായി പറയുകയാണ്, മലയാളം മാത്രം പറഞ്ഞ് ഞാൻ മലയാളമേ പറയുകയുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്ന ഒരാളായിരുന്നു. എങ്കിൽ പോലും ഈ 3-4 ദിവസങ്ങളിൽ എനിക്ക് സ്വന്തമായി ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി തന്നത് ഈ ക്ലാസ്സിലാണ്. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലൊക്കെ പരമാവധി ഇംഗ്ലീഷുകൾ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം അതിന് ഏറ്റവും താങ്ക്സ് നൽകേണ്ടത് ഒന്ന് പ്രധാനപ്പെട്ട ജിൻസാറാണ്. ജിൻസാറിൻ്റെ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ ഒരു തരത്തിലും വെറുതെ ഇരുത്താതെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത് 5 ദിവസം കടന്നുപോയത് എങ്ങനെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അത്രമാത്രം വളരെയധികം സത്യസന്ധമായ രീതിയിലുള്ളൊരു വാക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. എന്നെ സാറ് ഇതേപോലെ പറഞ്ഞ പോലെ എനിക്ക് മറ്റൊരു നന്ദി കൂടി പറയാനുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പൊട്ടത്തരങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ സ്വീകരിച്ച് അത് ശരി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന നല്ലൊരു ഗ്രൂപ്പ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസത്തെ ക്ലാസ് വളരെ മനോഹരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗുമായ ഒന്നായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. താങ്ക്സ് സാർ.